ഹലോ, ആദ്യം തന്നെ പറഞ്ഞത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനാണ് വോയിസ് ഓവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫെയറി വെബ്സും നോമിയും തമ്മിൽ ശരിക്കും എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രശ്നത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. ആദ്യം തന്നെ ഫെയറി വെബ്സ് ഇങ്ങനെ ഒരു കണ്ടന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. It's time for Africa. I'm on my journey, biggie mama, one A to Z. My teacher's on my journey, biggie mama, from east to west. My team, waka my waka my And this is Mazibu, yeah. This is Africa. ഫെയറി വെബ്സ് ആ ഒരു വീഡിയോ ജൂലൈ 17 പോസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രൂഫായിട്ട് ആള് ന്യൂ ആയിട്ട് തുടങ്ങിയ ഒരു ക്രാഫ്റ്റ് ചാനൽ ഉണ്ട്, ക്ലൗഡി പാലറ്റ്. അതിൽ പാർട്ട് 3 എന്ന് പറഞ്ഞ വീഡിയോയിൽ ആള് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറി വെബ്സ് പ്രൂഫിനായിട്ടാണെങ്കിൽ ആളുടെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കോപ്പി എന്ന് ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ അതേ തോന്നുള്ളൂ. പിന്നെ ഇവിടെ നവമി പറയുന്നത് ഇൻസ്പയർഡ് ചെയ്തതാണ്, കോപ്പി ചെയ്തതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ നവമിയുടെ കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റേഴ്സ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. റിസയുടെ ഒരു റിസയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റേഴ്സും കാണിക്കുന്നുണ്ട്. ആള് പറയുന്നത് ഇൻസ്പയർഡ് കോപ്പി അല്ല, ഞാൻ ഇൻസ്പയർഡ് ആണ് ചെയ്യുന്നത് എന്നാണ് ആള് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തു. പക്ഷെ ഫെയറി വൈബ്സ് നവമി അങ്ങനെ കോപ്പി ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതാണ് നവമി കോപ്പി എന്ന് പറയുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവരും അതിനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു ഒന്നല്ല, ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം ആള് പറയുന്നത് ഇൻസ്പയർ ചെയ്താണ്, കോപ്പി ചെയ്തതല്ല എന്നാണ്. അപ്പൊ ആളുടെ ഇതിൽ ആള് കോപ്പി ചെയ്തിട്ടില്ല, ഇൻസ്പയർ ചെയ്തു. പക്ഷെ ഫെയറി വൈബ്സ് ആള് കോപ്പി ചെയ്ത് പറഞ്ഞിട്ട് 2 വീഡിയോ, അതായത് ആളുടെ വീഡിയോന്റെ ഏതു എന്നുള്ള പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് 2 വീഡിയോ ഇട്ടല്ലോ. അപ്പം അതാണ് ആള് കോപ്പി ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. അതാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം. പക്ഷെ അതൊരു പ്രൂഫ് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ചിന്തിച്ചു അതെന്താ അങ്ങനെ പറയുന്നതെന്ന്. മേ ബി ആൾ അങ്ങനത്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം എന്തായാലും ആള് കോപ്പി ചെയ്തെന്ന് എല്ലാവരും വിചാരിച്ച് അങ്ങനെ പറയുന്നു വിചാരിച്ചപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ മാറ്റി പറഞ്ഞതാവാം, എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ പറയാണ് അങ്ങനെയല്ല എന്നുള്ളത്. അതായത് ആളൊരു പ്രൂഫൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ജൂലൈ 11 ആ വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഡിറ്റഡ് ആണ്. കാരണം അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്തായാലും ഇതേപോലെ പോസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഡേറ്റൊന്നും അങ്ങനെ മുകളിലൊന്നുമായിട്ട് കാണിക്കാറില്ല. ഇനി 2 വലിയ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു തന്നാൽ എന്തായാലും നിങ്ങൾ ചിലപ്പം അവരായാലും എഡിറ്റഡ് ആണെന്നേ പറയുള്ളൂ, അവരുടെ സപ്പോർട്ടേഴ്സ് ആയാലും എഡിറ്റഡ് ആണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമതൊരു പ്രൂഫ് കാണിക്കുന്നില്ല. അതെന്തായാലും നിങ്ങൾക്ക് എഡിറ്റഡ് ആണെന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത് വലിയൊരു പ്രൂഫ് തന്നെയാണ്. ജൂലൈ 11 നവമി ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു 11 ജൂലൈ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം 11 ഏതോ വഴിക്കും ജൂലൈ ഏതോ വഴിക്കുമാണ് ഉള്ളത്. കാരണം അത് എഡിറ്റഡ് ആയിട്ട് നല്ലോണം തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊന്നും എന്തായാലും അങ്ങനെയൊന്നും കാണിക്കാറില്ല. ആകെ 11 ജൂലൈ മാത്രം കാണിച്ചെന്ന് അതങ്ങനെ പറയായിരുന്നു മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ വിചാരിക്കുന്ന പോലെ ആള് ഇതായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നില്ല. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പം വേണമെങ്കിൽ പെട്ടുപോയല്ലോ എന്ന് വെച്ചിട്ട് ചിലപ്പം അഥവാ ഇങ്ങനെ പറഞ്ഞേക്കാം. അതായത് അത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായതല്ല, അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടത് ജൂലൈ 11 അത് സ്ക്രീൻഷോട്ട് എടുത്തതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കാണിച്ചതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരാം, എനിക്കറിയില്ല. ഇനി ഞാൻ ആ രണ്ടാമത്തെ വലിയൊരു പ്രൂഫ് കാണിച്ചു തരാം. അതായത് നവമിയുടെ വായന നിങ്ങൾക്കത് കേൾക്കാം. 2 വീഡിയോസിൽ ആള് സെയിം പറഞ്ഞിട്ടുണ്ട്, ആള് ഫെയറി വെബ്സിനെ കണ്ട് ചെയ്തതാണെന്ന്. പക്ഷെ ഇപ്പൊ എന്തിനാണ് അങ്ങനെ ആളാണ് ആ വീഡിയോ ചെയ്തത്, ഫെയറി വെബ്സ് കോപ്പി ചെയ്താണെന്ന് അതെങ്ങനെയാണ് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ ആണ്, അതിനുശേഷം ഞാൻ ബാക്കി പറയാം. ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സൈഡില്. സോ ആ ഒരു ചാനലില് എന്താ പറയാ, ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനത് കണ്ടിരുന്നു കേട്ടോ, അത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു നല്ലൊരു എന്താ പറയാ ഐഡിയ ആണല്ലോ, നല്ലൊരു ടോപ്പിക് ആണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതുപോലെ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താ പറയാ ഞാൻ അത് അപ്ലോഡ് ആക്കി. ഫെയറി വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലുള്ള കുട്ടി ഒരു വീഡിയോ ഇട്ടു, എഡിറ്റ് ചെയ്തിട്ട് ആ കുട്ടി ഒരു വീഡിയോ ഇട്ടു. സോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ്
ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കണ്ടന്റ് ആണെന്ന് തോന്നി. സോ ദാറ്റ്സ് വൈ ഞാൻ വിചാരിച്ചു എന്താ പറയുക, സ്വന്തമായിട്ട് അതുപോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ സോ ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കായാലും ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല എഡിറ്റിംഗ് ആണ് അതിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം എല്ലാവരും കേട്ടല്ലോ, നവമി വേണമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് മാറ്റി പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഈ നവമിയുടെ ദിവസയോട് ചോദിക്കാനുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ഉണ്ടാക്കി ആളെ പറ്റിക്കുന്നത്? എല്ലാവരും ഞങ്ങളും എല്ലാം പറയുന്നതാണ്, ഞങ്ങൾ കണ്ണുവട്ടന്മാരല്ല, വ്യൂവേഴ്സും കണ്ണുവട്ടന്മാരല്ല. നിങ്ങളിങ്ങനെ ആളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് കാണിക്കുന്നത്. പിന്നെ പക്ഷേ ഫെയർ വൈബ്സ് ആണ് ആദ്യം എങ്ങനെ ചെയ്തതെന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം ഫേക്ക് ഉണ്ടാക്കിയിട്ട് പറയുന്നത്? അത് നിങ്ങൾക്ക് അറിയാം, അങ്ങനെ ഫെയർ വൈബ്സ് എല്ലാം അത് ചെയ്ത് നിങ്ങളാണ് ആദ്യം കോപ്പി ചെയ്തതെന്ന് അറിയാം. എന്നിട്ടും നിങ്ങളിങ്ങനെ കള്ളത്തരം പറയുകയാണ്. ഫെയറി വൈബ്സ് കമ്മ്യൂണിറ്റി പോസ്റ്റിനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കോപ്പി ചെയ്തതിൻ്റെ പ്രൂഫായിട്ട്. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് ഞാൻ കൊടുക്കാം. It's time for Africa. I'm way on my journey, biggie, biggie, mama, want A to Z. Party, social on my journey, biggie, biggie, mama, from east to west. Party, waka, waka, my waka, waka, my and this is Amazibu, yeah. Cause this is Africa. Porque esto es África. I'm way on my journey, biggie, biggie, mama, want A to Z. Party, social on my journey, biggie, biggie, mama, from east to west. Party, waka, waka, my waka, waka, my ഇനി വേറൊരു വീഡിയോ കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഫെയറി വൈബ്സ് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാണിച്ചതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഗൈസ് ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ എപ്പോഴാണ് ഇട്ടത് എന്നുള്ളതിൻ്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വീഡിയോ തന്നെയാണ് ആ വീഡിയോ. അപ്പം ഞാൻ ആ വീഡിയോ കാണിക്കാം.